വി.ഡി. സതീശന് ഐക്യദാർഢ്യവുമായി കോതമംഗലത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിചേർന്നു. മുനിസിപ്പൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചെറിയ പള്ളിത്താഴത്ത് സമാപിച്ചു. കോതമംഗലത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വി.ഡി. സതീശന് അനുകൂലമായി പ്രകടനം സംഘടിപ്പിച്ചു. കോതമംഗലം മുനിസിപ്പൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ വി.ഡി.എസ് അനുകൂല മുദ്രാവാക്യം മുഴങ്ങി. പി.ഒ. ജംഗ്ഷനിലെത്തിയപ്പോൾ കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ച് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡ് ചിലർ നശിപ്പിച്ചു. പ്രകടനം ചെറിയ പള്ളിത്താഴത്ത് സമാപിച്ചു. തകർന്നുപോയ ഒരു യു.ഡി.എഫ് പ്രസ്ഥാനത്തെ മുന്നിൽ നയിച്ച നേതാവ് വി.ഡി. സതീശൻ, നിലപാടുള്ള രാജകുമാരൻ വി.ഡി. സതീശൻ, ഏതൊരു പ്രതിസന്ധിയിലും പാർട്ടിയെ മുന്നോട്ട് പോകാൻ വേണ്ടി ഗ്രൂപ്പ് കളിക്കാതെ മുന്നോട്ട് നയിച്ച ഒരു നേതാവ് വി.ഡി. സതീശൻ, അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ പ്രവർത്തികളുമാണ് ഇന്ന് സംസ്ഥാനത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റോടെ യു.ഡി.എഫ് അധികാരത്തിൽ വരാൻ സാഹചര്യം. കാരണം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും താലോലിക്കാതെ ജനകീയമായിട്ട് മുന്നോട്ട് പോയൊരു നേതാവാണ് വി.ഡി. സതീശൻ. അദ്ദേഹത്തിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു നേതാവ് ഇവിടെ കേരളത്തിലില്ല. ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എല്ലാവരെയും മാനിക്കുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ കേരളം ഭരിക്കാൻ എന്തുകൊണ്ട് യോഗ്യൻ വി.ഡി. സതീശനാണ്. കാരണം അദ്ദേഹം എടുത്ത നിലപാടുകളാണ്. ബൈ ഇലക്ഷനിൽ അദ്ദേഹം പറഞ്ഞ സീറ്റുകളെല്ലാം ഭൂരിപക്ഷം ക്രമാതീതമായി വർദ്ധിപ്പിക്കാൻ സാധിച്ചു. മുനിസിപ്പൽ കൗൺസിലർ P.M. നവാസും നോബിൾ ജോസഫും പ്രകടനത്തിന് നേതൃത്വം നൽകി. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാരായ P.R. അജി, സണ്ണി വർഗീസ്, ജോൺസൺ K.I, ബ്ലോക്ക് ഭാരവാഹികളായ M.M. അബ്ദുൾ കരീം, M.A. കരീം, P.C. ജോർജ്, ജോർജ് വർഗീസ്, M.K. എൽദോസ്, മാമച്ചൻ ജോസഫ്, P.T. ഷിബി, T.G. അനിമോൻ, എബി ചേലാട്, സലീം മംഗലംപാറ, അലിക്കുഞ്ഞ് E.H, പഞ്ചായത്ത് ജനപ്രതിനിധികളായ എൽദോസ് ബേബി, സത്താർ വട്ടക്കുടി, ഗോപി മുട്ടത്ത്, ലത ഷാജി, P.M. സിദ്ദിഖ്, മറ്റ് നേതാക്കളായ സിബി K.A, നജീബ് റഹ്മാൻ, C.V. ജോസ്, വിനോദ് K. മേനോൻ, T.C. വിജയൻ നായർ, ബഷീർ വെറ്റിലപ്പാറ, ഹനീഫ വെണ്ടുവഴി, C.A. അലിക്കുഞ്ഞ്, ബേസിൽ യോഹന്നാൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അരുൺ അയ്യപ്പൻ, മുഹമ്മദ് റഫീഖ്, വാഹിദ് പാനിപ്ര, അഡ്വക്കേറ്റ് ജോർജ് ജോസ്, ബാബു വർഗീസ്, അക്ഷയ്, KSU സംസ്ഥാന ഭാരവാഹി അനൂസ് വി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിഷൻ 2025-2026 പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണിയെയും ഇന്റർനാഷണൽ കോൺഗ്രസിലെയും 2 തെരഞ്ഞെടുപ്പുകൾക്ക് സജ്ജമാക്കി നേതൃത്വപ്പെടുത്ത ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു പ്രകടനത്തിന് നേതൃത്വം കൊടുക്കാൻ ഇടയായത്. ഞങ്ങളൊക്കെ ബൂത്തിൽ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരാണ്. അവിടെ നിന്നുള്ള വികാരമാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മുന്നോട്ട് വരണം. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.